ഹേ ഫ്രണ്ട്സ്, സോ നിങ്ങൾ കണ്ടല്ല നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നിട്ട് ഒരു ഷേക്ക് എഫക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണോ? മാനുവലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്, പക്ഷെ സിമ്പിളാണ്. ഇത് സിമ്പിൾ പരിപാടിയാണെന്നേ ഞാൻ പഠിപ്പിച്ചുതരാം. വെറും ഒരു പരിപാടി ഇതിനകത്ത് ഞാൻ പഠിപ്പിച്ചുതരാം. എൻ്റെ അപ്പം ബൈ. സോ ഗൈസ്, നമ്മളിവിടെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇതിനകത്താണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു എഫക്റ്റ് ട്രൈ ചെയ്യാൻ പോണേ. സോ നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് എഫക്റ്റാണ്. ഈ ഒരു എഫക്റ്റ് ചെയ്യണേന് രണ്ട് എഫക്റ്റാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത്. അത് ഇതിനകത്ത് ഏതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. ഒരു ഷേക്ക്, നോർമൽ ഒരു ഷേക്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് എടുക്കുക. അത് എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് അവർക്കൊണ്ട് ആ ഷേക്ക് എഫക്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ കീ ഫ്രെയിമിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒബ്ജക്റ്റീവ് മാറ്റി ഓൾ വീഡിയോസിലേക്ക് ആക്കണമെങ്കിൽ കീ ഫ്രെയിം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാനിപ്പോൾ ഈ കാണുന്ന ഒരു കീ ഫ്രെയിമിൽ ഇങ്ങനത്തെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും മറ്റേ കീ ഫ്രെയിമിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ലാസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് 0 ഇടുന്നത്, അതും കൂടി ചെയ്ത് കൊടുക്കാം. എങ്കിലും നമുക്ക് ആ ഒരു ഷേക്ക് എഫക്റ്റ് കൃത്യമായിട്ട് കിട്ടും. സോ ഗൈസ്, നമുക്കിനി അടുത്തതായിട്ട് വേണ്ട എഫക്റ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ലിക് ബ്ലൂവർ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ്. ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒബ്ലിക് ബ്ലൂവർ എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ആ ഒരു എഫക്റ്റിൻ്റെ ആ ഒരു രീതി തന്നെ ഒന്ന് മിനിമൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ കാണിച്ചുള്ള കീ ഫ്രെയിം ഇടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഒബ്ജക്റ്റ് മാറ്റണം. ഒബ്ജക്റ്റ് മാറ്റിയിട്ട് നേരെ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ ഇപ്പോൾ റൊട്ടേഷൻ 50ഉം ബ്ലൂർ 0ഉം ആക്കിയിടാം. അതിനുശേഷം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് കാണുന്നത്. ഗൈസ് നോക്കിക്കോ, കണ്ടോ, ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ഔട്ട്. നമ്മുടെ കണ്ട ആ ഒരു രീതിയിൽ ഷേക്ക് എഫക്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു എഫക്റ്റാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. ഇതാണ് ഏറ്റവും സിമ്പിൾ രീതി എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ രീതി ഇതാണ്. പിന്നെ കേസ് ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഫോളോ ചെയ്താൽ ഇതുപോലത്തെ വീഡിയോ സിറ്റിയും കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ.